ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു CV ക്രിയേഷനാണ്. അതായത് നമ്മുടെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചങ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് തരത്തിലുള്ള CV ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ CVയും, രണ്ടെന്ന് പറയുന്നത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ ആയിട്ടുള്ള CVയെ കുറിച്ചാണ്. അതായത് ഈ CV നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് CV എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് CV ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ നമ്മുടെ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇൻ്റലിജൻറ്റ് CV എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ അത് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഡോൺ അലോ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. താഴെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൻ്റെ അകത്ത് ആദ്യമേ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ നെയിം, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്. ഞാനിവിടെ റഫായിട്ടാണ് ഒരു CV ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം, അതും ഓപ്ഷണലാണ്. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഡിഗ്രി ആണോ, ഏത് ഡിഗ്രി ആണോ അത് നമുക്ക് ടൈപ്പ് ചെയ്യുക. ഏത് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ഏത് കോളേജാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. നമ്മുടെ ഗ്രേഡും ടൈപ്പ് ചെയ്ത് നമ്മുടെ ഇയറും കൂടെ ടൈപ്പ് ചെയ്യുക. ഇയറും കൂടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എക്സ്പീരിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. എക്സ്പീരിയൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കമ്പനി നെയിം ആഡ് ചെയ്യുക. അതിനുശേഷം ഏത് ജോബാണോ ആ ജോബിൻ്റെ ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, നമ്മൾ ജോലി ചെയ്യാനായിട്ട് എന്നാണ് ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻഡ് ഡേറ്റ് കൊടുക്കുക. എൻഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാണോ ജോബ് റിസൈൻ ചെയ്തത് ആ ഡേറ്റും കൂടെ നമ്മളവിടെ കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽസും കൂടെ കൊടുത്ത് നമുക്ക് ഇവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫസ്റ്റ് പേജിലോട്ട് വരുന്ന കാണാൻ സാധിക്കും. ഇനി സ്കിൽസ് ആഡ് ചെയ്യാം. ഏതാണോ നമ്മുടെ സ്കിൽസ് ആ സ്കില്ല് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെവലും ആഡ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ശേഷം ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്താണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ടുള്ളത് അതും ടൈപ്പ് ചെയ്ത് സേവ് കൊടുക്കുക. ശേഷം റെഫറൻസ് ക്ലിക്ക് ചെയ്യുക. റെഫറൻസ് ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൻസ് നെയിം, പിന്നെ ജോബ് ടൈറ്റിൽ, പിന്നെ കമ്പനി നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ പോലുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ആണ്. പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. അതിനുശേഷം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നിലേറെ പ്രൊജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ള ഓപ്ഷൻ ഒന്നും കൂടെ കൊടുത്തതിന് ശേഷം ആ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കവർ ലെറ്റർ ആണ്. കവർ ലെറ്ററും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്താലും മതിയാവും. സേവ് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ആക്ടിവിറ്റീസ്, പബ്ലിക്കേഷൻ, ലാംഗ്വേജ്, ഡിക്ലറേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുവാണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ലാംഗ്വേജാണ് അറിയാവുന്നത് ആ ലാംഗ്വേജ് നമുക്കവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൂടുതൽ ലാംഗ്വേജ് അറിയാവുന്നുണ്ടെങ്കിൽ ആഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ലാംഗ്വേജസും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ വ്യൂ CV എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ CVക്കകത്തൊരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം വ്യൂ CV എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റിലാണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്ത് ഇത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതല്ല വേറെ CV വേണമെന്നുണ്ടെങ്കിൽ വേറെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കുക. വ്യൂ ചെയ്ത് നോക്കി ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വീണ്ടും ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ CV ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഓപ്പൺ ആക്കി നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ PDF ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക്
ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഒരു നോർമൽ ആയിട്ടുള്ള CV ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത് ATS ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് ATSൻ്റെ ഫുൾ ഫോം. അതായത് ഇപ്പോൾ UAE പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മുടെ CVയും കാര്യങ്ങളൊക്കെ അവർ സോർട്ട് ചെയ്തെടുക്കുന്നത് AI ഉപയോഗിച്ചാണ്. അതിനുവേണ്ടിയാണ് ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് നമ്മൾ ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം overleaf.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എൻ്റർ ആകുക. overleaf.com എന്ന് പറയുന്ന വെബ്സൈറ്റ് എൻ്റർ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ ID-യും അതുപോലെ തന്നെ പാസ്വേഡും യൂസ് ചെയ്ത് നമുക്കിതിൻ്റെ അകത്ത് ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ആകുക. എൻ്റർ ആയി കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം ചോദിക്കും. അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ സ്കിപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ സ്കിപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ഇങ്ങനെ വരുന്ന ആദ്യത്തെ 2-3 പേജുകൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ്. ഈ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് കോഡുകളും കാര്യങ്ങളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ റെസ്യൂമെയും കാണാൻ സാധിക്കും. ഈ റെസ്യൂമയുടെ കോഡുകളാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ കോഡുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ റെസ്യൂമെയും ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെയിം ആദ്യമേ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ പേരൊന്ന് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം റിക്കമ്പൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ആ ടൈറ്റിൽ മാറി നമ്മുടെ പേര് അവിടെ വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എൻ്റർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്യൂമെയും അതനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഏകദേശം 60ഓളം ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ എല്ലാം തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്യൂമെ റെഡി ആവുന്നതായിരിക്കും. അങ്ങനെ റെഡി ആയതിന് ശേഷം നമ്മുടെ റെസ്യൂമയുടെ തൊട്ട് മുകളിൽ തന്നെ ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ATS ഫ്രണ്ട്ലിയായിട്ടുള്ള റെസ്യൂമെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഗൈസ്, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വെബ്സൈറ്റും അതുപോലെ തന്നെ നോർമൽ CV ക്രിയേറ്റ് ചെയ്യുന്ന ആ ആപ്ലിക്കേഷനും ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പോൾ തന്നെ നിങ്ങളും ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയോ അല്ലെങ്കിൽ നോർമൽ CVയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇപ്പോഴും പഴയ CV ഒക്കെ ആയിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.